Welcome to Tales of Literature. We are going to discuss Sir Patrick Spence. പാട്രിക് സ്പെൻസ് എന്ന് പറയുന്ന ഒരു ബാലഡാണ്. ബാലഡ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പോയമാണ്. അതൊരു സ്റ്റോറിയാണ് നരേറ്റ് ചെയ്യുന്നത്. ഒരു പോയം ദാറ്റ് നരേറ്റ്സ് ഷോർട്ട് സ്റ്റോറി. ഒരു ഷോർട്ട് സ്റ്റോറി നരേറ്റ് ചെയ്യുന്ന ഒരു പോയത്തിനാണ് ബാലഡ് എന്ന് പറയുന്നത്. മറ്റ് ബാലഡ്സ് പോലെ തന്നെ ഇവിടുത്തെ സർ പാട്രിക് സ്പെൻസ് എന്ന് പറഞ്ഞ ബാലഡിന്റെയും ഓതർ എന്ന് പറഞ്ഞ അൺനോൺ ആണ്. ഇതിന്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ ട്രാജിക് സ്റ്റോറി ആണ്. എല്ലാ ബാലഡ്സിന്റെയും ഒട്ടുമിക്ക ബാലഡ്സിന്റെയും തീം എന്ന് പറഞ്ഞാൽ ട്രാജിക് സ്റ്റോറിയാണ്. ഇവിടുത്തെയും ബാലഡ് എന്ന് പറഞ്ഞൊരു ട്രാജിക് സ്റ്റോറിയാണ് അതിന്റെ തീം. പിന്നെ ഇതൊരു സ്കോട്ടിഷ് ബാലഡാണ്. ഇത് ഡീൽ ചെയ്യുന്ന തീംസ് എന്ന് പറഞ്ഞാൽ മോർട്ടാലിറ്റിയും പിന്നെ റോൾ ഓഫ് ഫെയ്ത്ത് ഇൻ ദ ലൈഫ് ഓഫ് പീപ്പിളിന്റെ ലൈഫിലെ ഫെയ്ത്തിന്റെ വിധിയുടെ ഒരു റോളും കൂടെയാണ് ഈ ഒരു സർ പാട്രിക് സ്പെൻസ് എന്ന് പറഞ്ഞ ബാലഡിന്റെ തീംസ് എന്ന് പറയുന്നത്. പിന്നീട് ഇത് അനലൈസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ബാലഡിനകത്ത് ആദ്യം തന്നെ കിങ്, അതായത് ഡംഫർമൈൻ ടൗണിലെ കിങ് ബ്ലഡ് റെഡ് വൈൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലഡ് റെഡ് വൈൻ സിംബലൈസ് ചെയ്യുന്നത് പവറാണ്, ആ കിങ്ങിന്റെ പവറിനെയാണ്. അപ്പോൾ ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ബെസ്റ്റ് സെയിലറിനെ ആവശ്യപ്പെടുവാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മകള് നോറാവേയിൽ അകപ്പെട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് തിരിച്ച് ഫെച്ച് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തനിക്കൊരു ബെസ്റ്റ് സെയിലറിനെ വേണം. അപ്പോൾ അതിന്റെ ആവശ്യമായിട്ടാണ് ആ കിങ് അവിടെ ഇരിക്കുന്നത്. കിങ് റെഡ് വൈൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ എൽഡർ നൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു കിങ്ങിന് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്, കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എൽഡർ നൈറ്റ് സജസ്റ്റ് ചെയ്യുന്ന പേരാണ് സർ പാട്രിക് സ്പെൻസ് എന്ന് പറയുന്നത്. സർ പാട്രിക് സ്പെൻസിന്റെ പേര് സജസ്റ്റ് ചെയ്യും, കാരണം സർ പാട്രിക് സ്പെൻസ് ഇസ് ബെസ്റ്റ് വൺ ഹു എവർ സെയിൽഡ് ദ ഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഏറ്റവും നല്ല സെയിലർ സർ പാട്രിക് സ്പെൻസ് ആണെന്ന് പറഞ്ഞിട്ട് സർ പാട്രിക് സ്പെൻസിന്റെ നെയിം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കിങ് ഡിസൈഡ് ചെയ്യുന്നുണ്ട് ഒരു ലെറ്റർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സർ പാട്രിക് സ്പെൻസിന് ഒരു ലെറ്റർ സെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് തന്റെ മകളെ തിരിച്ച് നോറാവിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സെയിലറിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് താങ്കൾ പോകണം എന്നായിരുന്നു അതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ സർ പാട്രിക് സ്പെൻസ് ഈ ഒരു ലെറ്റർ വായിച്ചപ്പോഴത്തേക്ക് ഒരുപാട് പ്രൈസ് ചെയ്തിട്ടാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അയാളുടെ മുഖത്ത് ചിരിയാണ് വന്നത്. പക്ഷെ പിന്നീട് അത് വായിച്ച് വന്നപ്പോഴത്തേക്ക് ആ ചിരി മാഞ്ഞ് അത് ടീയേഴ്സ് ആയിട്ട് മാറിയേക്കാണ്, കണ്ണുനീരായിട്ട് മാറി. കാരണം എന്ന് വെച്ചാൽ അയാൾ അവെയർ ആണ്, അപ്പോഴത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ പറ്റിയിട്ട് അറിയാം. ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡാണ്, പോയാൽ എന്തായാലും മരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഇത് കിങ്ങിന്റെ ഓർഡറാണ്. പിന്നെ ബീങ് എ ബോൾഡ് സെയിലർ, താനൊരു ബോൾഡ് സെയിലാണെന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഏറ്റെടുക്കാമെന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സർ പാട്രിക് സ്പെൻസിന് വേറെ സെയിലേഴ്സിനെ ആവശ്യമാണല്ലോ. അങ്ങനെ സർ പാട്രിക് സ്പെൻസ് വേറെ സെയിലേഴ്സുമായിട്ട് ആ ഒരു യാത്രയ്ക്ക് തയ്യാറാവുകയാണ്. അവർ മൺഡേ മോർണിംഗിൽ അവിടെ തിരിച്ച് വെനസ്ഡേ ആയപ്പോഴത്തേക്ക് അവിടെ നോറാവേയിൽ റീച്ച് ചെയ്ത്. അപ്പോൾ നോറാവേയിൽ എത്തിയിട്ട് ഈ തന്റെ കിങ്ങിന്റെ ഡോക്ടർ ഉണ്ടല്ലോ, കിങ്ങിന്റെ മകളേനെയൊക്കെ സേവ് ചെയ്തു തിരിച്ച് വരാനായിട്ട് പോവാണ്. അപ്പോൾ തിരിച്ച് വരാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഒക്കെ ഭയങ്കര ബാഡ് ആയിരുന്നു. അപ്പം ഒരു സെയിലർ പറഞ്ഞു അവിടെ ഒരു ന്യൂ മൂണിനെ കാണാമെന്ന് പറഞ്ഞു. ന്യൂ മൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പറഞ്ഞാൽ കടലിന്റെ ഇത് മാറും, അതായത് ആ ക്ലൈമറ്റ് മാറും, ഒരു അപകട സാധ്യതയൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ന്യൂ മൂൺ ഇൻ ദ ആംസ് ഓഫ് ഓൾഡ് മൂൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അപകടം വരും എന്നൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവർ ഒരാഴ്ചയോടെ നോറാവേയിൽ സ്റ്റേ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നോറാവേയിലെ പീപ്പിള് അവർ പറയുന്നുണ്ട് ഇവർ വന്നത് ഈ സ്കോട്ടിഷിൽ ഇവർ വന്നത് തന്റെ നോറാവേയിലെ ആൾക്കാരുടെ റോയൽ ഫുഡുകളും കാര്യങ്ങളും ഒക്കെ തിന്ന് മുടിപ്പിക്കാനാണ്, അവരുടെ പൈസയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, ഫുഡൊക്കെ കഴിച്ച് അവരെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. ഈ സെയിലേഴ്സിനെയും സർ പാട്രിക് സ്പെൻസിനെയൊക്കെ ആക്ഷേപിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവർ വിചാരിക്കും ക്ലൈമാറ്റിക് കണ്ടീഷൻ എത്ര മോശമാണെങ്കിലും കുഴപ്പമില്ല, ഇവർ തിരിച്ച് തന്നെ പോകുവാണെന്ന് പറഞ്ഞ് അവർ തിരിച്ച് പോകും. അങ്ങനെ ഷിപ്പിൽ തിരിച്ച് യാത്രയാണെങ്കിലും ഷിപ്പൊക്കെ ഉണ്ടാവും, കാരണം മുങ്ങാൻ തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ വിൻഡ് വരും, ഭയങ്കര കാറ്റൊക്കെ വന്ന് ക്ലൈമാറ്റിക് കണ്ടീഷൻ ഭയങ്കരമായിട്ട് ബാഡാവുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അവരുടെ ബ്യൂട്ടി, കാരണം അവരുടെ ഫേസിലൊക്കെ വെള്ളം വീഴുന്നു അല്ലെങ്കിൽ അവരുടെ ഷൂസിൽ വെള്ളം വീഴുന്നു, അതിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു അവെയർ ആയിട്ടുള്ളത് ഈ നോറാവേയിലെ ആൾക്കാർ. പക്ഷേ ഇവരെങ്ങനെയും സർ പാട്രിക് സ്പെൻസും മറ്റ് സെയിലേഴ്സും എന്തുവാ എങ്ങനെയും തന്റെ ലൈഫ് രക്ഷിക്കണം, എല്ലാവരും രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ചേഞ്ച് ആവുകയും സ്റ്റോം ഉണ്ടാവുകയും അങ്ങനെ എന്തുവായി അവർ ആ വെള്ളത്തിന് അടിയിൽ മുങ്ങി പൊക്കോണ്ടിരുന്നിട്ട് അങ്ങനെ അത് മുങ്ങി. അന്നേരവും മറ്റ് സെയിലേഴ്സ് പറയുന്നുണ്ട് സർ പാട്രിക് സ്പെൻസ് ആ ഷിപ്പിന്റെ മേലിൽ എല്ലാ പദവിയോട് കൂടിയിട്ടും എണീച്ച് നിൽക്കുന്നതായിട്ടാണ് പവർഫുൾ ആയിട്ടുള്ളൊരു സർ പാട്രിക് സ്പെൻസിനെയാണ് അപ്പോഴും കാണാൻ പറ്റുന്നത്. കാരണം അവർ വിശ്വസിക്കുകയാണ് സർ പാട്രിക് സ്പെൻസ് ഇപ്പോഴും അവിടെ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയാണ്. അപ്പം ആ ഒരു പവറാണ് അവിടെ കാണിക്കുന്നത്. അതാണ് സർ പാട്രിക് സ്പെൻസ് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് റൈം ഓഫ് ദി ഏൻഷ്യന്റ് മറൈനർ എസ്.ടി. കോളറിജിന്റെ റൈം ഓഫ് ഏൻഷ്യന്റ് മറൈനറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഇതുപോലൊരു ഷിപ്പ്വ്രക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അതോടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് മാർക്ക് കിട്ടും. പിന്നീട് ഇതിനകത്ത് തീംസ്, ഇതിലെ മേജർ തീംസ് എന്ന് പറയുന്നത് പവർ, പിന്നെ ഡെത്ത്, പിന്നെ ഫെയ്ത്ത്. പവർ എന്ന് പറയുന്നത് നമുക്ക് തുടക്കത്തിൽ പറയാം, കിങ്ങിന്റെ പവർ. കിങ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് റെഡ് വൈൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന പവറാന്ന് പറഞ്ഞു. പിന്നെ എൽഡർ നൈറ്റിന്റെ ഒരു പവർ, കാരണം എൽഡർ നൈറ്റ് റൈറ്റ് നീ ആയിട്ട് ഇരിക്കുന്നെന്ന് പറയുന്നുണ്ട്, കിങ്ങിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇരിക്കുന്നത് പറഞ്ഞിട്ട് അവിടെ ഒരു പവർ കാണിക്കുന്നുണ്ട്. പിന്നീട് മറ്റ് പേര് സജസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ സർ പാട്രിക് സ്പെൻസിന്റെ പവർ, അതായത് അവസാനം,
മരിക്കുന്ന ടൈമിൽ പോലും താൻ അങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് മറ്റേ സെയിൽസ് പറയില്ല. അപ്പോൾ ആ ഒരു പവർ ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ജേണിയാണ്. കാരണം എന്ന് വെച്ചാൽ ജേണിയാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഈ പാർട്ടിസിപ്പൻസിന് അറിയാം. പിന്നെ ഇതിന്റെ തുടക്കം തന്നെ കിങ് ഒരു ബ്ലഡ് റെഡ് വൈൻ കുടിക്കുന്നു പറയല്ലേ. ആ ഒരു ബ്ലഡ് റെഡ് എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? പവറുമാണ്. അതിനോടൊപ്പം തന്നെ ഡെത്തിനെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് നമുക്ക് അതങ്ങനെ പറയാൻ പറ്റും. പിന്നീട് മരണം വരുമെന്ന് ഉറപ്പായിട്ടും ഒരു ബീങ് എ ബോൾഡ് സെയിലറും പിന്നെ അതുപോലെ തന്നെ കിങ്ങിന്റെ ഓർഡർ അനുസരിച്ചേ പറ്റൂ എന്നതുകൊണ്ടും ആര് പോകുന്നുണ്ട്? ഈ ഒരു ഡെത്തിനെ ഫേസ് ചെയ്യാനായിട്ട് ആര് വില്ലിംഗ് ആണ്? സർ പാട്രിക് സ്പെൻസർ വില്ലിംഗ് ആയിരുന്നു. പിന്നെ ഡെത്തിനെ ഇവിടെ പെർസോണിഫൈ ചെയ്തത് കിങ്ങിലൂടെയാണ്. കാരണം മറ്റേ ബ്ലഡ് റെഡ് വൈൻ അതിലൂടെ. പിന്നീട് ആറ്റിറ്റ്യൂഡ് ഓഫ് നോബിൾസിന്റെ പറയാൻ പറ്റും. കാരണം മരണം എത്തുന്ന സമയത്ത് മറ്റു നോബിൾസ് എന്താണ് അവരുടെ ബ്യൂട്ടിനെയും അതുപോലെ അവരുടെ ഷൂസിൽ വെള്ളം കയറും ഇതൊക്കെയായിരുന്നു അവർ അവെയർ ആയിട്ടുള്ള കാര്യം. പിന്നീട് മൂന്നാമത്തെ തീം എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്. മറ്റ് സെയിലേഴ്സിന്റെ ഒക്കെ ഫെയ്ത്ത്. വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമല്ലേ അവർ വിധി. കാരണം അറിഞ്ഞിട്ടും അവർ പോയില്ല രക്ഷിക്കാനായിട്ട്. കാരണം അവരുടെ വിധിയല്ലേ. കാരണം അത് അവർക്ക് ഒബേ ചെയ്തേ പറ്റൂ. കിങ്ങിന്റെ റൂൾ ഒബേ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ വിധി ഏറ്റുവാങ്ങി. ഇതാണ് സർ പാട്രിക് സ്പെൻസർ എന്ന് പറയുന്നത്.